ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളെ ബാംഗ്ലൂർ വീട് വാങ്ങിയതിൻ്റെ ഗണപതി ഹോമം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളക്കം കൊണ്ട് കയറുന്ന ഒരു ചടങ്ങാണ്. ഞങ്ങൾ വീട് വാങ്ങിയത് മുതലുള്ള ഓരോ സ്റ്റെപ്പുകളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അറിയില്ല, ബോറടിക്കുമോ എന്നറിയില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മൾ ആ വിളക്ക് വെച്ച ആ ഒരു ടൈമിലെടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കോറിഡോറാണ്, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള. ഫസ്റ്റ് ഫ്ലോറിലാണ് വീട്. അപ്പോൾ പണിയൊന്നും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ബിൽഡിങ് പൊന്തിയിട്ടേ ഉള്ളൂ. ബിൽഡിങ്ങിൻ്റെ ഒന്നും ആയില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഈ ഒരു റൂം മാത്രമേ കുറച്ച് ഡാർക്കായിട്ടുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമായി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് സെലക്ട് ചെയ്തത്. ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടതിൽ ഞങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് ഇതാണ്. അപ്പോൾ അതന്ന് വീഡിയോ എടുത്തതാണിത്. ഒരു 2 വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട്. ഇത് ഞങ്ങൾ വാങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണ് ഈ ഫോട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനി എങ്ങനെയാ നോക്കാം. ഒന്നും കൂടെ ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ പണിയൊക്കെ പിന്നെ പെട്ടെന്ന് തീരും. അപ്പോൾ 2-3 മാസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോഴേക്കും ഗ്രില്ലൊക്കെ വെച്ചു, ഞങ്ങളെ വീട് ടൈൽസൊക്കെ ഇട്ടു. അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ബിൽഡറാണ് ചെയ്യുന്നത്. ഹാൻഡ് ഓവർ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് നമ്മുടേതായ പണികളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അവർ നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രക്ചർ റെഡിയാക്കി തരും. ഇൻറ്റീരിയർ വർക്ക് ഫുള്ള് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളതൊരു ഇവിടെയുള്ളൊരു ഡിസൈനേഴ്സിനെ ഏൽപ്പിക്കുകയാണ്. അവർ ഡിസൈൻ ചെയ്ത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആക്കി തരും. ഞങ്ങൾ DIR എന്ന് പറഞ്ഞിട്ടൊരു ഡിസൈനർ ടീമുണ്ട്, അവരെയാണ് ഏൽപ്പിച്ചത്. ഡിറ്റോ ആണ് ഞങ്ങളെ ഫുൾ ഹെൽപ്പ് ചെയ്തത് എല്ലാ കാര്യത്തിനും. ഡിറ്റോൻ്റെ ടീമാണ് ഫുൾ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നു. ഞങ്ങളുടെ വീട് ഇങ്ങനെയാണെന്ന് കമ്പ്യൂട്ടറിൽ 3D ഡിസൈൻ ചെയ്ത് തന്നു. ഞങ്ങളിത് നോക്കി ഞങ്ങളെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കാണിച്ചു തന്നു. ഇതിനെ ബേസ് ചെയ്താണ് ഇനി വർക്കുകൾ ചെയ്യുന്നത്. അതും അവർ തന്നെയാണ് എല്ലാം ചെയ്തു തരുന്നത്. അപ്പം നല്ല അടിപൊളി ഡിസൈനാണ് ചെയ്തു തന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള പണി നമുക്ക് കാണാം. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊരു 3 മാസത്തോളം സമയമെടുത്തു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ നമുക്ക് എല്ലാം റെഡിയാക്കി തന്നു. ഞങ്ങളൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഐക്കിയയിലൊക്കെ പോയി. ബാംഗ്ലൂർ ഐക്കിയ വന്ന സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അവിടെയൊക്കെ പോയി. ഇതൊക്കെ അവിടുത്തെ ഫോട്ടോസാണ്. നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഐക്കിയയിൽ. അപ്പോൾ അതൊക്കെ പോയി ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു.
നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഐക്യയിലത്തെ ഫോട്ടോസാണ് ഇതെല്ലാം. ഫർണിച്ചറൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്നാണ് എടുത്തത്. നാട്ടിൽ ഓർഡർ ചെയ്ത് അളവ് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ചു. അവരിങ്ങോട്ട് വണ്ടിയിൽ കയറ്റി അയച്ചു തന്നു. ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വാങ്ങി. സ്റ്റവ് നല്ല അടിപൊളി കമ്പനിയുടെ ആണ്. ബാംഗ്ലൂർ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞങ്ങളെ ഫർണിച്ചറൊക്കെ നാട്ടിൽ നിന്ന് എത്തിയത് ഇങ്ങനെയാണ്. അപ്പം ഇതൊക്കെ അവരെ കൂടെ വന്ന ആൾ തന്നെ ഞങ്ങൾക്കിതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. മക്കളെ ബെഡും ഒരു കോട്ടും ഡൈനിങ് ടേബിളൊക്കെ സെറ്റി എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പം അതൊക്കെ ഇവിടെ വന്നിട്ട് അവർ സെറ്റാക്കി തന്നു. ഞങ്ങളെ ഗണപതി ഹോമത്തിൻ്റെ ഫോട്ടോസാണ് അതൊക്കെ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവരത് വരച്ചിട്ടുണ്ട്. ഒരു പൊടി വെച്ചിട്ടാണ് അവരത് വരച്ചത് ഗണപതിനെ. ഇനി പൂജ ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളെ പൂജ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇവിടെ. എന്നിട്ട് പൂജ ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഭഗവതി സേവയും ചെയ്തു. അത് നല്ല നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം. പൂജ ചെയ്യാൻ കിട്ടിയത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു, 23 മാർച്ച് 2023. അപ്പോൾ ആ സമയത്ത് അധികം ഗസ്റ്റുകൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫങ്ഷൻ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു, 25-ാം തീയതി ആയിരുന്നു. അന്നാണ് എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുത്തത്. അതിൻ്റെ ഒരു ഫോട്ടോ പോലും ഞങ്ങളെ കയ്യിലില്ല. അന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല, ഒന്നും എടുത്തിട്ടുമില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും എടുത്തത് കൊണ്ട് കിട്ടി. അന്ന് പിന്നെ എല്ലാവർക്കും തിരക്കായത് കാരണം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത് ആണ് ഇനി വീട്ടിലേക്ക് കയറുന്ന വിളക്കും ഭഗവാനെയും കൊണ്ട് നമ്മൾ കയറുന്നത് ഇങ്ങനെയാണ്. പൂജ കഴിഞ്ഞ് ഒരു സമയം തന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്താണ് ഇതൊക്കെ ചെയ്തത്. വിളക്ക് വെച്ചതിന് ശേഷമാണ് പാല് കാച്ചി അത് പായസാക്കി എല്ലാവർക്കും കൊടുത്തു. പാല് കാച്ചലിന്റെ തിരക്കിലാണ്. പാല് പൊന്തി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തിളച്ച് പൊന്തി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് സിമ്മാക്കി വെച്ചു. അതിൽ പിന്നെയാണ് ഇപ്പോൾ ഇത് തിളച്ച് പുറത്തേക്ക് വരണല്ലോ. അപ്പൊ വീണ്ടും നമ്മള് ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്.
ഇത് പൂജേൻ്റെ അന്ന് തന്നെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൈറ്റ്സിൻ്റെ ഒന്നും എഫക്റ്റ് അറിയുന്നില്ല. ഇനി രാത്രിയത്തെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഈവനിങ് ഭഗവതി സേവ ചെയ്തു, അതും അവർ തന്നെയാണ് വന്ന് ചെയ്തത്. നല്ല പോലെ തന്നെ എല്ലാ പൂജകളും കഴിഞ്ഞു. ഞങ്ങളെ പൂജ കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു വെടിക്കെട്ടും ഉണ്ടായിരുന്നു അമ്പലത്തില്. ഈ വീഡിയോ ഞങ്ങൾ കുടിയിരിക്കൽ കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ ചെയ്ത കമ്പനി അവർ വന്നിട്ട് വീഡിയോ എടുത്തതെന്നാണ്. രാത്രിയത്തെ വ്യൂ ആണിത്, നൈറ്റ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവരുടെ കമ്പനി DIARCന്റെ വീഡിയോ ആണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ എങ്ങനെയാണ്, 1.5 വർഷമായി കുടിയിരിക്കൽ കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ. എൻ്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാ റൂമിലും ഫുള്ളായിട്ടുള്ള മിറർ വെച്ച്, 3 റൂമിലും ഫുൾ ലെങ്ത് ആയിട്ടുള്ള മിററാണ്. ഏറ്റവും വലുത് വെച്ചത് ഈ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് 2 വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ, ഇതൊന്ന് ഡ്രയറാണ്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പാവുന്ന സമയത്ത് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, അത് കാരണം വാങ്ങിയതാണ്. അപ്പോൾ ബാൽക്കണി വ്യൂ ആണിത്.